ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ അഹാന കൃഷ്ണയുടെ ബീട്രൂട്ട് സ്വീറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു ബീട്രൂട്ടും ഒരു ആപ്പിളും മതി കേട്ടോ. അപ്പോൾ ഒരു ബീട്രൂട്ടും ഒരു ആപ്പിളും ഞാൻ എടുത്തപ്പോൾ 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വലിപ്പത്തിലുള്ളതാണ് എടുത്തത്. ഇച്ചിരി വലിപ്പമുള്ള ബീട്രൂട്ടായിരുന്നു എടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഈ കുക്കറിൽ നമുക്കിതിനെ ഒന്ന് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വരട്ടെ. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം ബീട്രൂട്ട് മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ബീട്രൂട്ട് വേവിച്ച വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇതൊന്ന് കുറച്ച് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇത് തിളയ്ക്കുമ്പോൾ ചിലപ്പം തെറിക്കാൻ ചാൻസ് ഉണ്ട്. തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീണാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കൊടുത്ത് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. ആ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4 ഏലക്കയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്ന സമയത്ത് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. അത് ഒരു ആപ്പിളാണ്. ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പരുവത്തിൽ നമുക്ക് ആപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും മതി. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 10-15 അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വരട്ടെ. ഒന്ന് ചുമന്ന് വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതും കൂടെ ചേർത്താലേ ആ സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുന്തിരിങ്ങയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ആ സ്വീറ്റിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്വീറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നല്ലേ. അതെ, അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിമിഷം കൊണ്ട് ഇതിവിടെ കാലിയാവുകയും ചെയ്തു കേട്ടോ. കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.